ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ആതിര. അനഘയും സന്ദീപുമായിട്ട് വഴിവിട്ടൊരു ബന്ധമുണ്ടാകുമോ എന്നൊരാശങ്ക ആതിരയുടെ മനസ്സിനെ അലട്ടുന്നു. മാത്രമല്ല, അനഘയോട് സന്ദീപ് പറഞ്ഞത് അടുത്ത ദിവസം തന്നെ ആതിരയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുമെന്നും ആതിര പോയതിനു ശേഷം പിന്നെ ഞാൻ സ്വസ്ഥമാകുമെന്നും അതുകൊണ്ട് തന്നെ ആ ചടങ്ങ് കഴിയട്ടെ, അതിനുശേഷം ഞാൻ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാം എന്നതാണ് സന്ദീപ് പറഞ്ഞത്. എന്ത് പ്രശ്നമായിരിക്കും? ഇനി അനഘയുമായിട്ടുള്ള സന്ദീപിന്റെ പുതിയൊരു ബന്ധമായിരിക്കുമോ? ഇനി താൻ ആശങ്കപ്പെടുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? തന്നെ ഇവിടെ നിന്ന് പെട്ടെന്ന് ഒഴിവാക്കി കിട്ടാനായിട്ട് മാത്രമായി സന്ദീപ് കാത്തിരിക്കുകയാണോ? അങ്ങനെയുള്ള ഒരു നൂറുകൂട്ടം ചോദ്യങ്ങൾ ആതിരയുടെ മനസ്സിനെ അലട്ടുന്നു. അതെല്ലാം ഓർത്തുകൊണ്ട് ആതിരയാകെ വിഷമിച്ചവിടെ നിൽക്കുമ്പോൾ സന്ദീപ് അരികിലേക്ക് എത്തി. ആതിരെ എന്ന് വിളിക്കുമ്പോൾ ആതിര ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നു. പിറ്റേന്ന് രാവിലെ നേരം പുലർന്നതും നന്ദന്റെ മനസ്സിലാകെ സന്ധ്യയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. സന്ധ്യയോട് സംസാരിച്ചപ്പോൾ നന്ദൻ മനസ്സ് തുറന്ന് പറഞ്ഞ കാര്യം നന്ദൻ ഓർമ്മിച്ചു. സന്ധ്യ ഡോക്ടർ നന്ദനോട് പറഞ്ഞത് എനിക്ക് ഒരിക്കലും ഇനി ആ ഒരു ചിന്തയിലേക്ക് വരാനാവില്ലെന്നും നന്ദന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അത് അവന്തികയും എന്ന ഭാര്യയോടുള്ള നന്ദന്റെ വെറുപ്പ് കാരണമാണ്. നന്ദന് ഒരു കുഞ്ഞ് അവന്തികയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നന്ദന്റെ ഭാര്യ എന്ന സ്ഥാനവും നന്ദന്റെ കുഞ്ഞിന്റെ അമ്മ എന്നൊരു സ്ഥാനവും അവന്തികയ്ക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ പിന്നെ ക്രമേണ നന്ദന് അവന്തികയോടുള്ള വിദ്വേഷവും പകയും ഒക്കെ ഇല്ലാതാവുകയും ചെയ്യുമെന്നും പറഞ്ഞ് സന്ധ്യ തന്നെ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കാൻ ശ്രമിച്ചപ്പോൾ നന്ദൻ സന്ധ്യയോട് പറഞ്ഞത് ഒരിക്കലും അവന്തികയായിട്ടൊരു കുടുംബജീവിതം തനിക്കിനി ഉണ്ടാവുകയില്ല എന്ന് തന്നെയായിരുന്നു. ഒരു കാരണവശാലും അവന്തികയെ ഇനി തൻ്റെ ജീവിതത്തിൽ നിലനിർത്താനും താൻ ആഗ്രഹിക്കുന്നില്ല. അവന്തികയെ ഒരു ഭാര്യയായിട്ട് എനിക്കിനി കാണാനും ആവില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് എന്നും എനിക്ക് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം അതിൽ ഉറച്ചു തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. സന്ധ്യയെപ്പോലൊരു പെൺകുട്ടിയെ തന്നെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഏത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരവും ഉപദേശിക്കാനും എപ്പോഴും എൻ്റെ കൂടെ നിന്ന് ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാൻ എനിക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യ, അതാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഒരു പെൺകുട്ടിയെ എനിക്ക് ഡോക്ടറിൽ സന്ധ്യയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നന്ദൻ ഓർമ്മപ്പെടുത്തിയതും നന്ദന്റെ വാക്കുകൾ കേട്ട് ആകെ വിഷമിച്ച് എന്ത് മറുപടി പറയണമെന്നറിയാതെ ആകെ സന്ധ്യ പ്രശ്നത്തിലായി നിന്നതുമായിട്ടുള്ള രംഗങ്ങളെല്ലാം നന്ദന്റെ മനസ്സിനെ അലട്ടുന്നു. എന്തായാലും സന്ധ്യയോടൊപ്പം ഒരു ജീവിതം മാത്രമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന തീരുമാനത്തിൽ നന്ദൻ ഉറച്ചു നിന്നു. അവന്തിക ആ സമയത്ത് നന്ദൻ്റെ അരികിലേക്ക് വരുമ്പോൾ നന്ദൻ അവന്തികയുടെ സംസാരം കേൾക്കാനോ അവന്തികയോടൊരു വാക്കുപോലും മിണ്ടാനോ തയ്യാറാകാതെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. പിറ്റേന്ന് രാവിലെ ആതിരയെ കൂട്ടിക്കൊണ്ടുവരാനായി വൃന്ദാവനത്തിൽ നിന്ന് മറ്റുള്ളവർ എത്തുന്നതിൻ്റെ സന്തോഷത്തിലാണ്. തൻ്റെ കുടുംബാംഗങ്ങൾ അവിടേക്ക് എത്തിച്ചേരുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു അർച്ചന. അപ്പോഴേക്കും ആതിരയുടെ മനസ്സിലാകെ അസ്വസ്ഥത നിറഞ്ഞു കഴിഞ്ഞു. രാവിലെ തന്നെ മീരയെടുത്തിയും അർച്ചനയും അവിടെ തൻ്റെ വീട്ടുകാരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തി. പിന്നീട് വീട്ടിലേക്ക് വൃന്ദാവനത്തിൽ നിന്ന് എല്ലാവരും എത്തിയ ശബ്ദം കേട്ട് സാറിൻ്റെ ശബ്ദം കേട്ട് ഉടനെ അർച്ചന പുറത്തേക്ക് ഓടിയെത്തി. അപ്പോഴേക്കും ആദ്യം അരികിലേക്ക് ഓടിയെത്തിയത് ആവണിമോള് വന്ന് പറഞ്ഞു, അതെ അച്ചുവാൻറ്റി, ഞങ്ങൾ ആതിരാൻറ്റിയെ കൊണ്ടുപോകാൻ വന്നതാ എന്ന് പറഞ്ഞതും പിന്നാലെ കമലയെടുത്തിയും ഒപ്പം ദയാനന്ദ മാഷും അതോടൊപ്പം തന്നെ അനൂപും കൂടി അവിടേക്ക് എത്തുന്നു. അപ്പോഴേക്കും അർച്ചന ചോദിച്ചു, അത് ശരി, അപ്പോൾ ആതിരയാൻറ്റിയെ മാത്രമാണോ കൊണ്ടുപോകുന്നത്, അച്ചുവാൻറ്റിയെ കൊണ്ടുപോകില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആവണിമോൾ പറഞ്ഞു, അതിന് ആതിരയാൻറ്റിയല്ലേ ഗർഭിണിയായത്, അച്ചുവാൻറ്റി ഗർഭിണിയല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ വാക്കുകൾ കേട്ട് അർച്ചനയുടെ മനസ്സാകെ വിഷമത്തിലായി. അർച്ചനയോട് ആവണിമോൾ അങ്ങനെ ചോദിക്കുന്നത് അപ്പുറത്ത് നിന്ന് ശശിയും കേൾക്കാനിടയാകുന്നു. അർച്ചനയുടെ സങ്കടം കണ്ട് ശശിക്കും ആകെ വിഷമമായി. എത്രയും വേഗം തന്നെ അർച്ചന എല്ലാ സത്യങ്ങളും അറിയണമെന്നും അർച്ചനയും താനും ഉടനെ തന്നെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റിന് വിധേയരാകണമെന്നും ശശി തീരുമാനമെടുക്കുന്നു. അതിനുശേഷം ദയാനന്ദ മാഷിനെ മറ്റുള്ളവരെയെല്ലാം വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തുകയാണ് അർച്ചന. ശശി അവർക്കൊപ്പം വീട്ടുകാരുടെ പഴയ ആ സ്നേഹം കാട്ടാതെ എങ്കിലും ഒരല്പം അകൽച്ചയിട്ടുകൊണ്ട് അവിടേക്ക് വന്ന അനൂപിനെയും ഒക്കെ സ്വീകരിച്ച് ശശിയും ഒപ്പം നിന്നു. അതിനുശേഷം ആതിരയുടെ അരികിലേക്ക് അർച്ചന എത്തി. ഈ സമയത്ത് സന്ദീപ് ആതിരയോട് സംസാരിക്കുകയും ആതിരയെ കൂട്ടിക്കൊണ്ടു പോകാനായി അവരെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം സന്ദീപ് ആതിരയോട് പറഞ്ഞു. അത് കേട്ടതും ആതിര ആകെ വിഷമത്തിലായി. അർച്ചന അവിടേക്ക് എത്തി, മോളെ നിന്നെ കൊണ്ടുപോകാൻ അമ്മയും അച്ഛനും എല്ലാം എത്തിയെന്ന് പറഞ്ഞതും ആതിര അപ്പോഴേക്കും വിഷമത്തോടെ അർച്ചനയോട് പറഞ്ഞു, ചേച്ചി ഞാൻ പോകുന്നില്ല. അത് കേട്ട ഉടനെ അർച്ചനയാകെ ടെൻഷനിലായി. ഇടി മോളെ, നീ എന്താ ഈ പറയുന്നത്? ഒറ്റ രാത്രി കൊണ്ട് നിന്റെ തീരുമാനം മാറണമെങ്കിൽ അതിനെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ, എന്താ കാര്യം എന്ന് അർച്ചന അന്വേഷിച്ചു. അപ്പോഴാണ് ആതിര അരികിൽ നിൽക്കുന്ന സന്ദീപിനെ കണ്ടത്. സന്ദീപിനെ കണ്ടതും ആതിര വിഷമത്തോടെ
അർച്ചനയോട് പറഞ്ഞു, ചേച്ചി ചേച്ചി ചേച്ചിയോട് മാത്രമായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോഴേക്കും അർച്ചന സന്ദീപിനെ ഒന്ന് നോക്കി. എന്താ കാര്യം എന്നറിയാത്തത് കൊണ്ട് സന്ദീപ് ആകെ വിഷമത്തോടെ വേഗം താഴേക്ക് ഇറങ്ങുന്നു. ആ സമയത്ത് അർച്ചനയുടെ അരികിലേക്ക് എത്തി ആതിര പൊട്ടിക്കരഞ്ഞു. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത് എന്ന് ആതിരയോട് അർച്ചന ചോദിച്ചു. ഉടനെ തന്നെ അർച്ചനയോട് ആതിര തന്റെ മനസ്സിലെ ആശങ്ക അറിയിച്ചു. ചേച്ചി, കഴിഞ്ഞ ദിവസം ഞാൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത, കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ച ഞാൻ കണ്ടു. സന്ദീപിന് എന്നോടൊപ്പം ആ പഴയ സ്നേഹമില്ലേ? ഞാൻ സന്ദീപിന്റെ ജീവിതത്തിലേക്ക് വന്നത് സന്ദീപിന്റെ ഇഷ്ടത്തോടെയല്ലേ? ഇപ്പോഴും സന്ദീപിന്റെ മനസ്സിൽ അനഘയോട് എന്തോ താല്പര്യമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ഒരു കാഴ്ച കണ്ടു ചേച്ചി. സന്ദീപിനെ കെട്ടിപ്പിടിച്ച് അനഘ പൊട്ടിക്കരയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു, ഇടി മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? അങ്ങനെയൊന്നും ഒരിക്കലും സന്ദീപിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രവൃത്തി സന്ദീപ് ചെയ്യുകയുമില്ല. നീ അങ്ങനെ കണ്ടെങ്കിൽ അത് മറ്റെന്തെങ്കിലും കാരണമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അർച്ചനയോട് ആതിര പറഞ്ഞു, അല്ല ചേച്ചി, ഇന്നലെ ഞാൻ കണ്ടതാണ്. അനഘ എന്തോ പ്രശ്നമുണ്ടെന്നും അവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്നും അതിനുടനെ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നുമൊക്കെയാണ് സന്ദീപിനോട് അനഘ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ പോയതിനു ശേഷം അതിനൊരു പരിഹാരം കാണാമെന്നാണ് സന്ദീപം പറഞ്ഞത് എന്നറിയിച്ചപ്പോൾ അർച്ചനയ്ക്ക് ആകെ ഡൗട്ട് അടിച്ചു. അർച്ചന പെട്ടെന്ന് പറഞ്ഞു, ഇനി ചിലപ്പോൾ അനഘയ്ക്ക് താല്പര്യമില്ലാത്ത വിവാഹം അവൻ്റെ അടുത്ത് നടത്താനായി തീരുമാനിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സന്ദീപിനോട് എന്തെങ്കിലും പറയാനായി വന്നതായിരിക്കും അനഘ, അല്ലാതെ മറ്റൊന്നും ആകാൻ സാധ്യതയില്ല. പിന്നെ താൻ ഇഷ്ടപ്പെടാത്ത ഒരാളോടൊപ്പമുള്ള കുടുംബജീവിതത്തെക്കുറിച്ച് അനഘയുടെ മനസ്സ് വല്ലാതെ സങ്കടപ്പെടുകയും അതോർത്ത് ആശങ്കപ്പെടുകയും ചെയ്യുമ്പോൾ താൻ സ്നേഹിച്ച പുരുഷനായിരുന്നത് കൊണ്ട് തൻ്റെ മനസ്സറിയാൻ, അല്ലെങ്കിൽ തനിക്ക് അല്പം സ്വാതന്ത്ര്യവും തൻ്റെ മനസ്സ് സുരക്ഷിതത്വം തോന്നുന്ന ഒരു വ്യക്തിയോട് അത് തുറന്നു പറയാനായി അനഘയുടെ മനസ്സ് ആഗ്രഹിച്ചു കാണും. അതുകൊണ്ടായിരിക്കും സന്ദീപിനരികിലേക്ക് പോയതും സന്ദീപിനോട് സത്യങ്ങൾ പറഞ്ഞതുമൊക്കെ എന്ന് അർച്ചന ചിന്തിച്ചു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താൻ അത് ആതിരയോട് പറഞ്ഞാൽ അത് എത്രത്തോളം അവൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ലാത്തതിനാൽ അർച്ചന അതിനെക്കുറിച്ച് പറയാൻ മടി കാണിച്ചു. എങ്കിലും ആതിരയുടെ ആശങ്കയും സങ്കടവുമൊക്കെ ഏറി വരുന്നത് കണ്ട് അർച്ചന ആതിരയോട് പറഞ്ഞു, ഇതിൻ്റെ പിന്നിൽ മറ്റൊരു കാരണമുണ്ടെന്നും സത്യത്തിൽ അനഘയുടെ വിവാഹം ഇപ്പോൾ അവന്തികയെടുത്തി അനഘയ്ക്ക് ഇഷ്ടമല്ലാത്ത ആരോ ഒരാളുമായി നടത്താനായി തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനം വന്നതുകൊണ്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താനാണ് ഇങ്ങനെയൊരു കാര്യം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നും അതുകൊണ്ട് സന്ദീപ് അതിനെക്കുറിച്ചായിരിക്കും പറഞ്ഞത് എന്നും അർച്ചന ആതിരയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴും ആതിര പറഞ്ഞത്, ചേച്ചിക്ക് ഇപ്പോഴും ഇവിടെയുള്ള എല്ലാവരെയും വിശ്വാസമാണ്. പക്ഷേ എനിക്ക് സന്ദീപിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞ് സന്ദീപ് എന്നെ വഞ്ചിക്കുകയാണോ, എന്നെ ചീറ്റ് ചെയ്യുകയാണോ എന്നൊക്കെ അനഘയോടുള്ള സന്ദീപിൻ്റെ അടുപ്പത്തെക്കുറിച്ച് വിഷമത്തോടെ ആതിര അർച്ചനയോട് അറിയിച്ചു. അങ്ങനെയൊന്നും ഒരിക്കലും സന്ദീപിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവുകയില്ല എന്ന് അർച്ചന ആതിരയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം മനസ്സോടെ ആതിര തൻ്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തി അവമാനിക്കുന്നത് ശരിയല്ല എന്ന് ആതിരയെ അർച്ചന ഉപദേശിച്ചത് കൊണ്ട് മാത്രം അവരോടൊപ്പം പോകാമെന്ന് ആതിര തീരുമാനിക്കുന്നു. അങ്ങനെ ആതിര അവരുടെ ഒപ്പം അവിടെ നിന്ന് പുറപ്പെടുന്ന ആ സാഹചര്യത്തിൽ അവന്തിക അർച്ചനയോട് പറഞ്ഞു, അതെ, നിന്റെ ഭാര്യ, നിന്റെ അനുജത്തി ആതിര, അവൾ ഈ നെല്ലിശ്ശേരിയിലാണെങ്കിലും നിന്റെ വീട്ടിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും അവൾക്ക് ഒരു കുഞ്ഞുണ്ടാവില്ല. അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കില്ല എന്ന് പറഞ്ഞാൽ അത് സത്യം തന്നെയാണ്. അവൾ ആ കുഞ്ഞിനെ ഒരു കാരണവശാലും പ്രസവിക്കാൻ പോകുന്നില്ല എന്ന് അവന്തിക അർച്ചനയെ വെല്ലുവിളിക്കുന്നു. അർച്ചന അവന്തികയുടെ ആ വെല്ലുവിളി കേട്ടതും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഉടനെ കണ്ടെത്തണമെന്നും ഏത് വിധേനയും ആതിരയുടെ കുഞ്ഞിനെ സുരക്ഷിതരാക്കിയേ തീരൂ എന്ന് അർച്ചനയും തീരുമാനിച്ചു. അതിനുശേഷം ആതിര വീട്ടിലെത്തി കഴിയുമ്പോൾ സന്ദീപിൻ്റെ കാര്യങ്ങൾ ഓർത്ത് ആതിരയുടെ മനസ്സിലാകെ ആശങ്കയായി. അവസാനം അവിടെ നിൽക്കാനാകാതെ 1-2 ദിവസം ഒരു വിധത്തിൽ ആതിര അവിടെ പിടിച്ചു നിന്നതിന് ശേഷം ഉടനെ തന്നെ തൻ്റെ ബാഗുമെടുത്ത് ആരോടും പറയാതെ ആതിര ആ വീട് വിട്ടിറങ്ങുന്നു. ഈ സമയത്ത് ആതിരയെ അവിടെയെല്ലാം കമലെടുത്തിയും ദയാനന്ദ മാഷുമെല്ലാം അന്വേഷിച്ചതും ആതിര അവിടെ കണ്ടെത്താൻ കഴിയാത്തോടെ ആകെ ടെൻഷനോടെ വേഗം അച്ചുവിൻ്റെ ഫോണിലേക്ക് വിളിക്കണം. അച്ചു, മോളെ, ആതിര അവിടേക്ക് എത്തിയോടി എന്ന് കമലെടുത്തിയുടെ ചോദ്യം കേട്ട് അർച്ചന ഞെട്ടി. അമ്മ എന്തായി പറയുന്നത്? ആതിര ഇവിടേക്ക് വന്നെന്നോ? ആതിര അവിടെയല്ലായിരുന്നോ എന്ന് കമലെടുത്തിയോട് അർച്ചന ചോദിക്കുമ്പോൾ കമലെടുത്തി പറഞ്ഞു, ഇല്ല മോളെ, അവൾ ഇവിടെ ഇല്ല. അവൾ ആരോടും പറയാതെ ബാഗുമെടുത്ത് എവിടേക്കോ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കരുതിയത് അവിടേക്ക് വന്നിട്ടുണ്ടാകുമെന്നാണ്. ഇവിടെ എല്ലായിടത്തും ഞങ്ങൾ അന്വേഷിച്ചു. സത്യത്തിൽ അവൾക്ക് എന്താ പറ്റിയത്? ഇവിടെ വന്ന 2 ദിവസവും ആകെ വിഷമത്തോടെയും സങ്കടത്തോടെയുമാണ് അവൾ കണ്ടിട്ടുള്ളത്. അവൾ പറഞ്ഞിട്ടല്ലേ നമ്മൾ അവളെ കൂട്ടിക്കൊണ്ടു വന്നത്. എന്നിട്ടും അവളിങ്ങനെ ആശങ്കപ്പെട്ട് നടക്കുന്നത് എന്തിനായിരിക്കും? എന്താ അവൾക്ക് പറ്റിയത് എന്നൊക്കെ കമലെടുത്തി
അർച്ചനയോട് ചോദിക്കുന്നു. അർച്ചനയോടുള്ള ആ ചോദ്യങ്ങൾ കേട്ടതോടെ അർച്ചനയ്ക്ക് അപ്പോഴേക്കും ഏകദേശ കാര്യങ്ങൾ മനസ്സിലാകുന്നു. ആതിരയുടെ മനസ്സിലാകെ സന്ദീപിനെ കുറിച്ചുള്ള ആശങ്കയുണ്ട് എന്നും സന്ദീപും അനഘയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ ആതിരയുടെ മനസ്സിലാകെ എന്നും അർച്ചന തിരിച്ചറിയുന്നു. അങ്ങനെ ഒരു കാഴ്ച അർച്ചന അനഘയെയും സന്ദീപും ഒഴിച്ചു നിൽക്കുന്ന ആ കാഴ്ച ആതിര കണ്ടതുകൊണ്ട് ആതിരയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. അതുകൊണ്ടാണ് ആതിര ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ അർച്ചന തൽക്കാലം സത്യങ്ങൾ അമ്മയെ അറിയിക്കാതെ ഞാൻ നോക്കട്ടെ, ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വയ്ക്കുന്നു.